بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു തആല എല്ലാവരെയും സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 157 ഫുർഖാൻ സൂറത്തിലെ 41-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ റഅൗക ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസ്വാ അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ ഇൻ കാദ ലയുദില്ലുനാ അൻ ആലിഹതിനാ ലൗലാ അൻ صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا. وإذا رأوك മക്കയിലുള്ള മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, അവിശ്വാസികൾ നബിയെ കണ്ടു കഴിഞ്ഞാൽ യത്തഹിദൂനക നിങ്ങളെ അവർ ആക്കിക്കളയും, ആക്കിക്കളയും, ഇല്ലാഹുസുവൻ പരിഹാസമാക്കി കളയുക തന്നെ ചെയ്യും. ഈ യത്തഹിദൂനക ഇന്ന് ഇവിടെ നഫിയാണ്, ഇല്ല എന്നർത്ഥം. ഈ യത്തഹിദൂനക പരിഹാസ്യമല്ലാതെ അവരാക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്തായാലും പരിഹസിക്കുന്ന രൂപത്തിൽ പരിഹസിക്കപ്പെട്ടവനാക്കി അവതരിപ്പിക്കും നിങ്ങളെ. അവർ ഈ യത്തഹിദൂനക നിങ്ങളെ അവർ സ്വീകരിക്കുകയില്ല, ഇല്ലാഹുസുവൻ പരിഹസിക്കപ്പെട്ടവനായിട്ടല്ലാതെ സ്വീകരിക്കുകയില്ല. അപ്പോൾ തീർച്ചയായും പരിഹസിക്കുക തന്നെ ചെയ്യും. പരിഹാസമാണ് അവരുടെ കൈമുതൽ. എന്നിട്ട് അവർ പറയണ എന്താണെന്ന് അതാ പറയുന്നത്. അവർ പറയും, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അള്ളാഹു റസൂലായിട്ട് ഞങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്, പ്രവാചകനായിട്ട് അയച്ചത് ഇവനെയാണോ എന്നവർ പരിഹാസപൂർവ്വം അവർ ചോദിക്കും. ഇങ്ങനെ ഇവരുടെ നിത്യൊരു തൊഴിലാണ്. ഏത് പ്രവാചകന്മാർ വന്നാലും അവരുടെ ജനങ്ങൾ ആ പ്രവാചകനെ പരിഹസിക്കുക, അഹങ്കാരപൂർവ്വം പ്രവർത്തിക്കുക, പരിഹസിക്കുക, ധിക്കരിക്കുക, പിന്നെ ദുഷിച്ച നിലക്കുള്ള പേരുകൾ വിളിക്കുക, കള്ളം പറയുന്ന ആളാണെന്ന് പറയാം. ഇങ്ങനെ പലതും റസൂലിനെ പറ്റി, പ്രവാചകന്മാരെ പറ്റി മുൻകഴിഞ്ഞ ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ പരിപാടി ഇവരും തുടർന്നുകൊണ്ടിരിക്കാറ് മക്കയിലെ മുശ്രിക്കുകൾ. അപ്പോൾ ഇവരെന്നിട്ട് പറയണ ഇവനെ റസൂലാക്കി അയച്ചിട്ട് ഞങ്ങളിലേക്ക് എന്ന് പരിഹാസപൂർവ്വം പറയാം. ഇങ്ങനൊക്കെ പരിഹസിക്കുക എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ റസൂലിനാകെ വിഷമമുണ്ടാവുമല്ലോ. എന്താ പറയണത്, ഒരാളിങ്ങനെ നമ്മളെ പരിഹസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ എത്ര വിഷമം തോന്നും. ഒരാളിങ്ങനെ നിന്നിട്ട്, അല്ലെങ്കിൽ 4 ആൾ കൂടി എടുത്ത്, കുറേ ആളുകൾ കൂടി എടുത്ത് പരിഹസിക്കുക. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ടാവും പരിഹാസം ഒക്കെ. അപ്പോൾ നമ്മൾക്ക് തന്നെ എത്ര വിഷമം ഉണ്ടാവും. അതേ വിഷമം, അതിലും വിഷമം റസൂലിനിവിടെ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, ഇൻകാദല യുദില്ലുനാ അൻ ആലിഹതിനാ ലൗലാ സബർനാ അലൈഹാ സൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ മൻ അദല്ലു സബീലാ. ഇതും കൂടി അവർ പറയാണ്. ഇൻകാദ തീർച്ചയായും, ലയുദില്ലുന അവൻ നമ്മളെ പിഴപ്പിക്കുമായിരുന്നു, അൻ ആലിഹത്തിന നമ്മളുടെ ഇലാഹുകൾക്ക്, ദൈവങ്ങൾക്ക് നമ്മൾ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മളെ പിഴപ്പിക്കുമായിരുന്നു. ലൗലാ അൻ സബർന നമ്മൾ ക്ഷമയോടെ ഉറച്ചു നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അലൈഹ ദൈവങ്ങളുടെ മേൽ, ദൈവങ്ങൾക്ക് ഇബാദത്തുമായിട്ട് നമ്മൾ ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ മുഹമ്മദ് നമ്മളെ പിഴപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്ന് തെറ്റിക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്.
സൗഫ അന്ന് അല്ല പറയാണ് സൗഫ യാലമൂന, അവർ പിന്നീട് മനസ്സിലാക്കും, അറിയും. ഹീന യറൗനൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി വരുന്ന സമയത്ത് അത് കാണും അവർ. ആ കാണുന്ന സമയത്ത് അവർക്ക് അറിയാം എന്ത് മൻ അദല്ലു സബീല, ആരാണ് കൂടുതൽ വഴിപിഴച്ച ആളുകൾ എന്ന് അവർക്കറിയാം. അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ദുന്യാവിൽ വെച്ചിട്ട് തന്നെ അവർക്ക് ലഭ്യമാവും, അതല്ലെങ്കിൽ ആഖിറത്തിൽ വെച്ചിട്ടും. എവിടെ വെച്ചിട്ടാണെങ്കിലും ആ ശിക്ഷ ഇറങ്ങി വരുന്ന സമയത്ത് അവർക്ക് ബോധ്യമാവും ആരാണ് കൂടുതൽ പിഴച്ചാട് എന്നുള്ളത്. ഇപ്പൊ റസൂല് വരെ പിഴപ്പിക്കാന്നല്ലേ പറഞ്ഞത്. അവരുടെ ദൈവങ്ങൾക്ക് ഇത് ആരാധിക്കുന്നതിൽ നിന്ന് അവരെ പിഴപ്പിക്കുന്നവര് അല്ലെങ്കിൽ തെറ്റിക്കുന്നവനാണ് റസൂൽ എന്നല്ലേ. തീർച്ചയായും അതിനു വേണ്ടി തന്നെയാണ് റസൂലിനെ അയച്ചിട്ടുള്ളത്. റസൂല് അവിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ട് വിശ്വാസം, ശരിയായ വിശ്വാസം, ഒരു മുവഹിദ് ആയിത്തീരുവാൻ വേണ്ടിയിട്ടാണ് റസൂലിനെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് വേണ്ടി ആളുകളെ പ്രബോധനം ചെയ്യുവാനും ക്ഷണിക്കുവാനുമാണ് റസൂലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ സംഭവിക്കുന്നു ചെയ്യും. അത് ഇവര് ആ അവിശ്വാസം കൈവിടാതെ നിന്നത് കൊണ്ടാണ് ഇവരിപ്പോ പിന്നെ അതാണിപ്പോൾ ഇവർ ക്ഷമിച്ചു നിന്ന കാരണം നമ്മളെ തെറ്റിച്ചില്ല എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും റസൂലിൻ്റെ ദൗത്യം, റസൂലിൻ്റെ ഉത്ബോധനം നമ്മൾ ചെവി കൊണ്ടില്ല. ആ ചെവി കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ ശരിയായ ദീനിലേക്ക് വരാൻ സാധിക്കാതിരുന്നത്, മോമിനിങ്ങളാവാതിരുന്നത്. എത്രയോ മോമിനിങ്ങൾ അവിടെ വിശ്വസിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇവിടെ പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ദൈവങ്ങളിൽ ഉറച്ചു നിന്ന് ക്ഷമിച്ചു നിന്ന കാരണം തന്നെയാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇവർക്ക് നല്ല വഴി ഏതാണ്, മോശമായ വഴി ഏതാണ്, സന്മാർഗം ഏതാണ്, ദുർമാർഗം ഏതാണെന്ന് അറിയാനുള്ള കഴിവ് ആയിട്ടില്ല എന്നർത്ഥം. ആ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇവര് ദുർമാർഗത്തിൽ തന്നെ ക്ഷമിച്ചുറച്ചു നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ സന്മാർഗം അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ അതിലേക്ക് അവർ എന്നേ വരുമായിരുന്നു. അപ്പോൾ ഇനി 143-ാമത്തെ ആയത്ത്, അറായിത്ത മനിത്തഖദ ഇലാഹു ഹവാഹു അഫഅന്ത തകൂനു അലൈഹി വകീല. നീ കണ്ടോ, റസൂലിനോട് ചോദിക്കുക, മൻ ചിലരെ ഇത്തഖദ അവർ സ്വീകരിച്ചിരിക്കുന്നു ഇലാഹു ഇലാഹിന്, ഹവാഹു അവൻ്റെ ഹവയെ, ഇലാഹായിട്ട് ഹവയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം. ഇതിനെ ദൈവമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നിഷ്ടം പറഞ്ഞതാവും ഇവരുടെ ദൈവം. അതേ നിലയിൽ തന്നിഷ്ടത്തെ ഇവരുടെ ദൈവമായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനത്തെ കുറേ ആളുകളെ കണ്ടിരുന്നോ നീ എന്ന് റസൂലിനോട് ചോദിക്കുക. എങ്കിൽ അതിൽ വിഷമിക്കാനില്ല റസൂലിന്. വിഷമമുണ്ട് റസൂലിനെ. ഇവരുടെ തന്നിഷ്ടത്തിനനുസരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ ഹവൻ നഫ്സാണ് അവരുടെ ദൈവം. ഹവൻ നഫ്സ് എന്ത് പറയുന്നു അതാണ് ഇവർ സ്വീകരിക്കുന്നത്. നമ്മൾ അള്ളാഹു പറയുന്നത് സ്വീകരിച്ചിട്ട് മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായ ആളുകൾ ജീവിക്കുമ്പോൾ അവരുടെ ദൈവം അവരുടെ നഫ്സ് തന്നെ. ആ നഫ്സ് എന്താണോ പറയുന്നത് അതാണ് അവർ സ്വീകരിക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ദൈവമാണ്. അവരുടെ ഈ തന്നിഷ്ടം അല്ലെങ്കിൽ ഹവൻ നഫ്സ് എന്ന് പറയുന്നത്. അന്ത തക്കൂന അലൈഹി, അതിൻ്റെ പേരിൽ നീ ആണോ, തക്കൂനോ നീ ആവുന്നോ, അലൈഹി അവരുടെ മേൽ വക്കീലൻ, അവരെ സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ആളാവുന്നോ, ആളായിത്തീരുന്നു എന്ന് അള്ളാഹു ചോദിക്കുക. അതിന് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഹാഫിദൻ ഇത് അവരുടെ ഈമാനിൽ നിരാശപ്പെടുത്തി പറയാണ്. അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. റസൂലിനോടൊരു ഇഷാറത്തും കൂടിയാണ് അല്ലാഹ് താസഫാരെയും അവരെ പറ്റി ഖേദിക്കണ്ട എന്നുള്ളത്. വേലാമും അന്നവും ബിൽ ജഹിലിം ബിൽ മനാഫി ഖില്ലത്തിൻ നദീരിൽ അഖാഖിബി മിഥലൽ ബഹായിമി. പിന്നെ ആടുമാടുകളെ പോലെ കാലികളെ പോലെ അവർക്ക് പിന്നെ അനന്തരഫലം എന്താണെന്ന് ചിന്തിച്ചറിയാനുള്ള കഴിവില്ല. ആ നിലയിൽ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന്, അനന്തരഫലം എന്തായിരിക്കുമെന്ന് അവർക്ക് അറിവുമില്ല. ഇതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇവരിത്തരം പറയുന്നതൊക്കെ. അതുകൊണ്ട്
ഈ അവർ വിശ്വസിക്കുന്നതിൽ ഒരു നിരാശ രേഖപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. അറഅയ്തമൻ ഇത്തഖദ ഇലാഹു ഹവാഹു അഫഅന്ത തകൂന അലൈഹി വക്കീല. നീ അവരുടെ ആയിത്തീരുകയാണോ, അവരെ സംരക്ഷിക്കാനുള്ള ചുമതല നീ ഏറ്റെടുക്കുകയാണോ എന്നൊക്കെയാണ് അല്ല ചോദിക്കുന്നത്. ഇത് തൈഈസും മിൻ ഈമാനിഹിം, നിരാശപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് എന്നാണ് ഒരു മുഫസ്സിറിൻ്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ ഇനി അഫതഹ്സബൂന അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ ഇൻഹും ഇല്ലാ കല്ലന്നാമി ബൽ ഹും അദല്ലു സബീല. 44-ാമത്തെ ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. അം തഹ്സബു, നീ വിചാരിക്കുന്നോ, അന്ന അക്സറഹും, അവരിൽ അധിക പേരും, റസൂലിനോട് ചോദിക്കുകയാണ് അല്ലാഹു തആല, നീ വിചാരിക്കുന്നു അന്ന അക്സറഹും, അവരിൽ അധിക പേരും, യസ്മഊന, അവർ കേൾക്കുന്ന, ഔ യഖിലൂന, അല്ലെങ്കിൽ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ആവില്ല. ഇന്നും അവരല്ല ഇല്ലാ കല്ലന്നാമി, ആടുമാട് കാലികളെപ്പോലെ അല്ലാതെ, കാലികളെപ്പോലെ ഒഴികെയല്ല, കാലികളെപ്പോലെ മാത്രമാണ് അവർ കേൾക്കുന്നത് സ്വീകരിക്കാനുള്ള കേൾക്കലല്ല, അവർ ചിന്തിച്ച് മനസ്സിലാക്കില്ല, അങ്ങനത്തെ ആളുകളുമല്ല അവർ. ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്, പക്ഷെ അവർ മനസ്സിലാക്കില്ല. കേൾക്കാനുള്ള കഴിവുണ്ട്, അത് സ്വീകാര്യയോഗ്യമായ കേൾവിയല്ല. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ, അവർ കേൾക്കുന്നവരോ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരോ ആണെന്ന് നീ ധരിക്കുന്നുണ്ടോ? അവരിൽ അധിക പേരും, ഇൻഹും അവരല്ല ഇല്ലാ കല്ലന്നാമി, കാലികളെപ്പോലെ അല്ലാതെയല്ല, കാലികളെപ്പോലെ മാത്രമാണ് അവർ. ബൽ, പക്ഷെ എന്നല്ല, ഹും അദല്ലു സബീല, അതിനേക്കാൾ പിഴച്ചവരാണ് കാലികളെക്കാൾ. കാരണം കാലികൾക്ക് പ്രത്യേകതകൾ കുറച്ചുണ്ട്, കാലികളെക്കാൾ പിഴച്ചവരാണ്. കാലികൾക്ക് വിശേഷ ബുദ്ധിയില്ല, ഇവർക്ക് വിശേഷ ബുദ്ധിയുണ്ട്. കാലികൾക്ക് അതിൻ്റെ ആ ഇടയൻ, ആ കാലികളെ നോക്കി സംരക്ഷിക്കുന്ന ഇടയനുണ്ടല്ലോ, ആടാണെങ്കിൽ ആടിനെ നോക്കുന്ന ആട്ടിടയൻ, പശുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോക്കുന്ന സംരക്ഷിക്കുന്ന ഇടയന്മാരുണ്ട്. അവർ പറഞ്ഞതനുസരിക്കും. അവരെ ഏത് മറയിലാണോ, നേച്ചൽ സ്ഥാനങ്ങളിലാണോ അവർ നിർത്തിപ്പോണെങ്കിൽ അവിടുന്ന് പുറത്തു പോകില്ല. അവർ ആ നേച്ചൽ സ്ഥലങ്ങളിൽ മേഞ്ഞ് തിന്നും, അവരുടെ വയറ് നിറക്കും, അവിടെ മേഞ്ഞ് നിന്നിട്ട് അവിടുന്ന് പുറത്തു പോകില്ല. പിന്നെ അവർ പറഞ്ഞത് എന്താണെങ്കിലും അനുസരിക്കും. അവർക്ക് ഉപകാരം ചെയ്യുന്ന ആരാണെന്ന് അവർ നോക്കി മനസ്സിലാക്കും, അവർക്കറിയാം അത്. ഈ ഉപകാരം ചെയ്യുന്നവരെ അവർ നന്ദികേട് പ്രവർത്തിക്കില്ല. ഇതൊന്നും ആർക്കില്ല, ഈ നമ്മൾ പറയുന്ന ഈ അവിശ്വാസികൾക്കില്ല. അവര് കൊടുത്തതിന് നന്ദിയില്ല അവർക്ക്. ബൽഹും അശ്ബഉ ഹാലൻ, അവരുടെ സ്ഥിതി ഏറ്റവും മോശമാണ്. ഈ ഇവരെ പോലെയല്ല, മൃഗങ്ങളെ, കാലികളെ പോലെയല്ല. അസ്വലും അന്നാമിനൽ അന്നാമി സാരിഹ ലഅന്നൽ ബഹായിമ തഹ്തദി ലിമറാഇഹ വതൻഖാദു ലിഅർബാബിഹ വതഅരിഫു മൻ യഹ്സനു ഇലൈഹാ വഹൗലാഇ ലാ യൻഖാദൂന ലിറബ്ബിഹിം വലാ യഅരിഫൂന ഇഹ്സാനഹു ഇലൈഹിം. ബഹായിമ, ഈ കാലികൾ, അവരുടെ മറ എവിടെയാണെന്ന് അവർക്കറിയാം. പിന്നെ അവരെ മേയ്ക്കുന്ന ആട്ടിടയൻ അല്ലെങ്കിൽ അവരുടെ ഇടയന്മാർ, അവർ പറഞ്ഞതനുസരിക്കും. അവർക്ക് ആരാണ് ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ അവിശ്വാസികൾ, അവരുടെ റബ്ബ് അവർക്ക് എന്തെല്ലാം നിയമത്തുകൾ ചെയ്തു, അള്ളാഹുവിനെ അവർ ഓർക്കുകയോ നന്ദിപൂർവ്വം അത് ഓർക്കുകയോ ചെയ്യുന്നില്ല. അതായത് ഇഹ്സാനഹു, അവർ അള്ളാഹു ചെയ്ത നിഅമത്തുകളെ പറ്റിയും അവർക്കറിയില്ല. അങ്ങനെ അറിയാതെ ജീവിക്കുന്ന ആളുകളാണ് ഈ മക്കയിലുള്ള അവിശ്വാസികൾ, മുശ്രിക്കുകൾ, കുഫാറുകൾ. അപ്പം അവരെക്കാൾ മോശമാണ്. അത് ആരെക്കാൾ മോശമാണ്?
ബഹായിമിനേക്കാൾ മോശമാണ്, ഈ കാലികളേക്കാൾ മോശമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി 45-ാമത്തെ ആയത്ത്. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദല്ലില്ല വലൗ ശാഅ ലജഅലഹു സാകിനൻ ثم جعلنا الشمس عليه دليلا. അലം തറ, നിങ്ങൾ കണ്ടില്ലേ? ഇലാ റബ്ബിക, നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക് നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നാണ്. കൈഫ മദ്ദല്ലില്ല, രക്ഷിതാവായ സർവലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്ത് മദ്ദല്ലില്ല, നിഴലിനെ അവൻ ബസ്റ്റ് ചെയ്തു, പരത്തി നീട്ടിക്കൊടുത്തു. പരത്തുക, നീട്ടിക്കൊടുക്കുക. മദ്ദല്ലില്ല. വലൗ ഷാ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅലഹു, അതിനവൻ ആക്കുമായിരുന്നു സാക്കിനൻ, ഇങ്ങനെ പരക്കുകയോ നീളുകയോ ഒന്നും ചെയ്യാതെ ഒരനക്കവുമില്ലാതെ സ്റ്റില്ലാക്കി നിർത്തുമായിരുന്നു. എവിടേക്കും ആ നിഴൽ പോകുന്നുമില്ല, അത് വലുതാവുന്നുമില്ല, പിന്നെ നീണ്ടുപോകണോ ഒന്നുമില്ല. അങ്ങനെ ആക്കുമായിരുന്നു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. അങ്ങനെ ആക്കിയാലുള്ള ദോഷം അതൊക്കെ നീ തഫ്സീറിൽ പറയും. സുമ്മ ജഅൽന ശംസ, പിന്നെ സൂര്യനെ നാം ആക്കിയാലേഹി, ഇതിന് ദലീലൻ, ഒരു തെളിവാക്കി, ലക്ഷ്യമാക്കി തീർത്തു ഈ പിന്നെ ലില്ലിന്. സുമ്പ കബദിനാഹു ഇലൈന ഖബദൻ യസീറ, പിന്നെ അതിനെ അല്പാൽപമായി നമ്മളിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ ഇതിൻ്റെ വിശദീകരണം. അലം തറ, അലം തന്ദുറില ബദീഇ സുന്നില്ല, അള്ളാഹുവിൻ്റെ ആശ്ചര്യകരമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ് ഇവിടെ അലം തറ എന്ന് പറഞ്ഞാൽ ആശയം. അലം തറ ഇലാ റബ്ബിക്ക, അള്ളാഹുവിൻ്റെ, അലം തന്ദുറില ബദീഇ സുന്നില്ല വഖുദ്റത്തി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ആശ്ചര്യകരമായ പ്രവർത്തനങ്ങൾ, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? കൈഫ ബസത്ത തആല, അല്ലാഹു തആല എങ്ങനെയാണ് പരത്തിയതും മദ്ദഹു, അതിനെ നീട്ടിയതും, അല്ലില്ല ലില്ലിനെ, നിഴലിനെ നീട്ടുകയും പരത്തുകയും ചെയ്തു അവൻ. വഖ്തൻ നഹാരി, പകൽ സമയത്ത്. ഹത്താ യസ്തറൂഹൽ ഇൻസാൻ, മനുഷ്യന് വിശ്രമിക്കാൻ വേണ്ടി, ബിളില്ലിൽ അശിയായി, വസ്തുക്കളുടെ നിഴലിൽ, മിൻ ഹറാരത്തി ഷംസിൽ മുത്തവഹീദ, കത്തിലെങ്കുന്ന സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യന് വിശ്രമിക്കാൻ വേണ്ടി ഇവയുടെ നിഴലുകളിൽ. ഇത് ലൗലല്ലോ, നിഴലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലഹറഖത്തി ശംസു അൽ ഇൻസാൻ, സൂര്യൻ കിരണങ്ങൾ മനുഷ്യനെ കരിക്കുമായിരുന്നു നിഴലില്ല എങ്കിൽ. വലാക്കിന്നഹു വഖദ്ദറത ഹയാത്തുഹു, മനുഷ്യന്റെ ജീവിതം തന്നെ അലങ്കോലപ്പെടുമായിരുന്നു നിഴലില്ലായിരുന്നുവെങ്കിൽ. വലൗ ശാ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅലഹു, അതിനെ അവൻ ആക്കുമായിരുന്നു സാക്കിനൻ, ഒരു തഹറുക്കാത്തുമില്ലാതെ നിശ്ചലമാക്കുമായിരുന്നു. നിശ്ചലം എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, ആ ഒരു നിന്നിടത്ത് തന്നെ നിൽക്കുക, സ്റ്റില്ലാക്കുക. ജഅലഹു സാക്കിനൻ, നിശ്ചലമാക്കുമായിരുന്നു. ലവറാദ സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലഹു, അതിനവൻ ആക്കുമായിരുന്നു ദായിമൻ സാബിത്തൻ ഫി മക്കാനിൻ, ഒരേ സ്ഥലത്ത് തന്നെ ഇളക്കമില്ലാതെ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുക. ലാ യസൂലു, അത് നീങ്ങില്ല, വലാ യതഹവ്വലു, അതങ്ങ് തെറ്റിപ്പോയില്ല, ഒരുത്തിൽ തന്നെ സ്ഥിരമായി നിലകൊള്ളുക നിഴല്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. വലാക്കിന്നഹു, പക്ഷേ അള്ളാഹു ബി ഖുദ്റത്തിഹി, അള്ളാഹിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, യുൻഖിലുഹു മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ നഖൽ ചെയ്യുന്നു, അതിനെ നീക്കം ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കുന്നു. വമിൻ ജിഹത്തിൻ ഇലാ ജിഹത്തിൻ, ഒരു ഡയറക്ഷനിൽ നിന്ന്
മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിക്കുന്നു. ചിലപ്പോൾ കിഴക്ക് ഭാഗത്താണത്, അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാക്കും. അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ അത് മുന്നിലായിരുന്നു പിന്നെ പിന്നിലേക്കാക്കും. ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിഴലിനെ അവൻ രൂപപ്പെടുത്തുന്നു. ഇങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യന് വിശ്രമിക്കാൻ കഴിയില്ല. ആ സൂര്യൻ്റെ ചൂടുള്ള കിരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സൂര്യൻ്റെ ചൂട് കൊണ്ട് മനുഷ്യൻ കരിഞ്ഞു പോകുമായിരുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കുതിർത്ത് കൊണ്ട് അവൻ ചെയ്ത നിഅമത്താണ്. ആർക്ക്? മനുഷ്യ സമൂഹത്തിന്, സൃഷ്ടികൾക്ക് ചെയ്ത ഇതാണ്. സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ചരാചരങ്ങളും ജീവനുള്ള സാധനങ്ങളും ഈ നിഴലിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളാണെങ്കിൽ പോലും നിഴൽ കണ്ടുകൊടുത്ത് അവർ കിടക്കും, അവർ വിശ്രമിക്കും. അതിനെ നിഴലിനെ അള്ളാഹു നീട്ടുകയും പരത്തുകയും ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള സൗകര്യം സൃഷ്ടികൾക്കുണ്ടായി. അത് വലിയ നിഅമത്താണ്. സൃഷ്ടികൾ മനുഷ്യന് എന്നല്ല, എല്ലാവർക്കും കിട്ടിയ വലിയൊരു നിഅമത്താണത്. അതില്ലായിരുന്നുവെങ്കിൽ ആകെ ജീവിതം തന്നെ ആകെ താറുമാറുമാകുമായിരുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. ഇതിന് തെളിവായിക്കൊണ്ട് സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, ഈ നിഴലിന് പിന്നെ തെളിവായിക്കൊണ്ട് അള്ളാഹു സൂര്യനെ നിശ്ചയിച്ചു. സുമ്മ ജഅൽന ശംസ, സൂര്യനെ അലൈഹി, ഇതിൻ്റെ മേൽ ദലീലാക്കി നിശ്ചയിച്ചു. ജഅൽനാ തുലൂഅ ശംസി ദലീലൻ അലാ വുജൂദിൽ ദില്ലി, നിഴലുണ്ടാവാൻ ദലീൽ എന്താ? സൂര്യൻ ഉദിക്കുക എന്നുള്ളതാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ വലൗലാ വഖൂഉ ദൗഇഹാ അലൽ അജ്റാമി, സൂര്യന്റെ നിഴൽ വസ്തുക്കളുടെ മേൽ ഉണ്ടായിട്ട് ഇത് സംഭവിക്കുമായിരുന്നില്ലെങ്കിൽ ലമാ ഉരിഫ അന്നല്ലില്ലി വുജൂദൻ, അറിയപ്പെടുമായിരുന്നില്ല ലില്ല് ഇവിടെയുണ്ട് എന്നുള്ളത്. ഇവിടെ നിഴൽ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അറിയാൻ കഴിയില്ല. അത് എക്സിസ്റ്റിംഗ് ആണോ എന്നറിയാൻ കഴിയില്ല. മാത്രമല്ല ലമാ ദഹറത്ത് ആസാറു ഹാദിഹിൻ നിഅമത്തിൽ ജലീലത്തിൽ ഇബാദി, സൃഷ്ടികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഈ അനുഗ്രഹത്തിൻ്റെ അടയാളം വെളിവായി കാണാനും പറ്റില്ല സൃഷ്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് സൂര്യോദയം ഇതിനൊരു ദലീലാക്കി അല്ലാഹു തആല നിശ്ചയിച്ചു. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ ദില്ല വലൗ ശാഅ ലജഅലഹു സാകിനാ ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا ثم قبضناه, അതിനെ നാം പിടിച്ചു, ഇലൈന, നമ്മളിലേക്ക്, ഖബദൻ യസീറ, കുറേശ്ശെയായിട്ട് ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ജഅൽന അസൽന ഹാദൽ ലില്ല, ഈ ലില്ലിനെ നമ്മൾ നീക്കം ചെയ്തു. ഷൈഅൻ കുറേശ്ശെയായിട്ട് നീക്കം ചെയ്തു. ഖലീലൻ കുറേശ്ശെയായിട്ട്. ലാ ദഫഅത്തുൻ വാഹിദ, ഒരൊറ്റ പ്രാവശ്യമായിട്ടല്ല. ലിയല്ലാ തഖ്തല്ലതു മസാലിഹു, ജനങ്ങളുടെ മസ്ലഹത്തുകൾ പിന്നെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി, അല്ല തഖ്തല്ലുൽ മസാലിഹ്, ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഇതിനെ ഒറ്റ പ്രാവശ്യമായിട്ട് എടുക്കുകയല്ല ചെയ്തത്. കുറേശ്ശെയായിട്ട് ഈ നിഴലിനെങ്ങനെ ഇല്ലാതെയാക്കി. അല്ലില്ലു മിൻ വക്തി തുളുഇൽ ഫജ്രി ഇലാ വക്തി തുളുഇ ശംസി, ഫജ്ർ വെളിവെട്ടേടം മുതൽക്ക് സൂര്യോദയം വരേക്കുമാണ് ലില്ലിൻ്റെ സമയം, നിഴലിൻ്റെ. അപ്പോൾ ഇതിൽ ലില്ലിനെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. വലിയ നിഅമത്താണ് അത്. ഏതായാലും ഇപ്പോൾ 46 ആയത്തുകളാണ്. 46-ാമത്തെ ആയത്താണ് നമ്മൾ എടുത്തത്.
47 മുതൽ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.